വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ പപ്പിയാണെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്യാമയുടെ ഫോണിൽ നിന്നും സത്യയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ഇന്ന് സ്കൂളിലേക്ക് വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വരുമെന്ന് സത്യ പറയുന്നുണ്ട്. ഇന്നലെ എനിക്ക് പനിയായിരുന്നു, മരുന്ന് കുടിച്ചപ്പോൾ പനിയൊക്കെ പോയി, വരുമെന്ന് സംസാരിക്കുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, സോറിയൊക്കെ പപ്പി സത്യയോട് പറയുകയാണ്. അന്നേരം വേണ്ട, അതൊന്നും സാരമില്ല, സത്യഭാമ വഴക്ക് പറഞ്ഞതിനാണ് പപ്പി സോറിയൊക്കെ പറയുന്നത്. അന്നേരം നമുക്ക് ആ പടം വരച്ച അങ്കിളിനെ കൊണ്ട് വീണ്ടും ഒന്നുകൂടി പടം വരയ്ക്കാം, പോലീസ് മാമൻ പടം കാട്ടാത്തത് കൊണ്ടല്ലേ നമുക്ക് അങ്കിളിൻ്റെ വീട്ടിൽ പോയി വരപ്പിക്കാം എന്നൊക്കെ ഈ സത്യ പറയുന്നുണ്ട്. അന്നേരം അതിന് വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മീൻപാറയില്ലെന്ന് ഇന്നലെ പറഞ്ഞത് പപ്പിക്ക് ഓർമ്മയില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനത് മറന്നുപോയെന്ന് പറയുമ്പോൾ അവിടെ തന്നെയാണ് വീട്, നമുക്ക് അങ്ങോട്ടത്തേക്ക് പോകാമെന്നൊക്കെ രഹസ്യമായിട്ട് ഈ സത്യ പപ്പിയോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പപ്പി റെഡിയായിട്ട് താഴേക്ക് വരുന്നതും പിന്നെ രാഘവൻ നായരോട് സംസാരിക്കുന്നതുമൊക്കെ. തുടർന്ന് സത്യഭാമ ദേഷ്യപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്, കൂടുതൽ മിടുക്കിയൊന്നും ആകണ്ട എന്ന് പറഞ്ഞിട്ട്. അന്നേരം എന്താ ഭാമ ഇത്, കുഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും കൂടി കൊഞ്ചിച്ചിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇന്നലെ പോയത് കണ്ടില്ലേ, പോലീസ് സ്റ്റേഷനിലേക്ക്, ഇനി കോടതിയിലേക്ക് പോകും എന്നൊക്കെ പറയുമ്പോൾ എന്താ ഭാമ ഇത്, പിന്നെ നിനക്കൊരു കാര്യം ഒരു തവണ പറഞ്ഞാലായിട്ട് മനസ്സിലാവില്ലെന്ന് ചോദിക്കുമ്പോൾ 100 തവണ പറഞ്ഞാലും ഞാൻ ഇങ്ങനെയൊക്കെ പറയൂ എന്ന് പറയുകയാണ്. തുടർന്ന് ഈ കുട്ടി പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്, അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. കളവും ചതിയും ഒക്കെ കുരുട്ടുബുദ്ധികളും ഒക്കെ ഉപയോഗിക്കുന്ന ഈ നാട്ടിൽ നീതി നിഷേധിക്കുമ്പോൾ നേരായ വഴിക്ക് പോയതിൽ നമ്മൾ അഭിമാനിക്കുകയല്ലേ വേണ്ടത് എന്നിങ്ങനെ രാഘവൻ നായർ പത്മിനിയെ ചേർത്ത് പിടിച്ച് ഭാമയോടങ്ങ് കയർക്കുകയാണ്. തൻ്റെ നിലപാട് വ്യക്തമായിട്ട് അവിടെ രാഘവൻ നായർ പറയുന്നുണ്ട്. പൊന്നിയും പിള്ളയും ശ്യാമയും പിന്നെ രോഹിത്തും ഒക്കെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. രാഘവൻ നായർ ഭാമയെ എതിർത്തങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ഭാമയ്ക്കും അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ചേച്ചിയമ്മ, അവളുടെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ പോയിരിക്കുന്നത്, അവളെ ഞാൻ അന്നേ പടിയടച്ച് പിണ്ടം വെച്ചതാണ്, അപ്പോൾ അവളെ കണ്ടുപിടിക്കാനായിട്ട് എല്ലാവർക്കും ഒത്താശയുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതെ, ഈ വീട്ടിലെ ഓരോരുത്തരുടെയും കടമ തന്നെയാണ് പപ്പിയുടെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കേണ്ടത് എന്നിങ്ങനെയൊക്കെ രാഘവൻ നായർ കയർത്ത് പറയുന്നുണ്ട്. അന്നേരം ഞാൻ അവളോട് ഒരിക്കലും ക്ഷമിക്കില്ല, ഞാൻ പണ്ടേ പുറത്താക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഭാമയും ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ വിട്ടു കൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. രാഘവൻ നായർ അതേപോലെ പറയുന്നുണ്ട്, നീ അങ്ങ് പടിയടച്ച് പിണ്ടം വെച്ചാൽ എങ്ങനെ ശരിയാവും, നീ സമാധാനമായിട്ട് അകത്ത് പോയിരുന്ന് ആലോചിച്ച് നോക്കുക, ആരാണ് തെറ്റ് ചെയ്തത്, എന്താണ് തെറ്റ് എന്നൊക്കെ ആലോചിച്ച് നോക്കുമെന്ന് പറയുമ്പോൾ ഭാമയ്ക്ക് ഇവിടെ ഉത്തരം മുട്ടുമ്പോൾ ഭാമ ദേഷ്യത്തോടെ ചാടി എന്നൊക്കെയാണ്, മതി പറഞ്ഞത്, ആരെന്തൊക്കെ പറഞ്ഞാലും അവളോട് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും നോക്കിയിട്ട് ഭാമ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് രാഘവൻ നായർക്ക് അങ്ങ് കലി കയറുകയാണ്. കുഞ്ഞിനെ വഴക്ക് പറഞ്ഞതും ശാലിനിയെക്കുറിച്ച് സംസാരിച്ചതും ഒക്കെ എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി കയ്യിലിരുന്ന പത്രം അങ്ങ് സെറ്റിയിലേക്ക് എറിയുകയാണ്. തുടർന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്, എന്തിനാ സത്യാമ്മയോട് ഇങ്ങനെ മുഷ്ടി സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ എത്രയും ചൊല്ലിയാണ് ക്ഷമിക്കുന്നത്, എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, ഒരു പ്രയോജനവും ഇല്ലല്ലോ എന്നിങ്ങനെ രാഘവൻ നായർ തിരിച്ച് രോഹിത്തിനോട് പറയുകയാണ്. തുടർന്ന് അച്ചച്ചാന്ന് ഈ കുട്ടി പപ്പിമോള് വിളിക്കുമ്പോൾ എന്താ മോളെ എന്നും പറഞ്ഞ് സ്നേഹത്തോടെ ചോദിക്കുകയാണ്. അന്നേരം സത്യാമ്മയ്ക്ക് എന്നോട് എപ്പോഴും ദേഷ്യമായിരിക്കുമോ, ചേച്ചിയമ്മയോട് ദേഷ്യമുള്ളതുപോലെ എന്നിങ്ങനെ കുഞ്ഞ് സങ്കടത്തോടെ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല മോളെ, ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് മാറില്ലേ, മോള് സ്കൂളിലേക്ക് പോയിട്ട് മിടുക്കിയായിട്ട് വാ, രോഹിത്തെ മോളെ കൊണ്ടാക്കുമെന്ന് പറയുമ്പോൾ രോഹിത്ത് കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. ശ്യാമയും കൂടെ പോകുന്നുണ്ട്. രോഹിത്ത് കുഞ്ഞിനെ കാറിൽ കയറ്റി സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. രാഘവൻ നായരുടെ കലി അങ്ങോട്ട് അവസാനിക്കുന്നില്ല. തുടർന്ന് പൊന്നിയോടും പറയുന്നുണ്ട്, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന്. ഭാമയോടുള്ള ദേഷ്യമാണ്. തുടർന്ന് പിള്ള നോക്കി നിൽക്കുമ്പോൾ എന്താടോ പിള്ള എന്നിങ്ങനെ പിള്ളയോടും കയർക്കുന്നുണ്ട്. തുടർന്ന് സത്യയെ ശാരദാമ്മ ഓട്ടോയിൽ സ്കൂളിലേക്ക് കൊണ്ടുവരികയാണ്. ഓട്ടോയിൽ നിന്നിറങ്ങി സ്കൂൾ വരാന്തയിലേക്ക് കയറി ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ട് വരെ കൊണ്ടാക്കുന്നുണ്ട്. അന്നേരം മോള് ക്ലാസ്സിലേക്ക് കയറിപ്പോക്കോ എന്നിങ്ങനെ പറയുമ്പോൾ പപ്പിയും കൂടി വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കയറിക്കോളാം ശാരദാമ്മയെന്ന് പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കുകയാണ്. ഈ പപ്പിയെ കൊണ്ടുവരാനായിട്ട് ആരാണോ വരുന്നത്, മിക്കവാറും വിഷ്ണുമോനായിരിക്കും വരുന്നത്. അപ്പോൾ ശാലിനി ഇതുവരെയും കളിച്ച നാടകങ്ങളൊക്കെ വെറുതെ ആകില്ലേ, കണ്ണിൽ പെടുന്നതിന് മുമ്പ് പോകാമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ പറയുകയാണ്. അപ്പോൾ പപ്പി വന്നിട്ട് ഒരുമിച്ച് കയറുമല്ലോ, ശാരദാമ്മ പൊയ്ക്കോട്ടേയും ചോദിക്കുകയാണ്. തുടർന്ന് ആ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ശാരദാമ്മ തിരിച്ച് ഓട്ടോയിൽ കയറി അങ്ങ് സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് പോകുന്നുണ്ട്. തുടർന്ന് ഈ സത്യയാണെങ്കിൽ സ്കൂളിൻ്റെ ആ ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നും അങ്ങ് ഇറങ്ങി ആ ഓട്ടോ നിർത്തിയ സ്ഥലത്ത്, സ്കൂളിൻ്റെ വാനൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ വന്ന് പപ്പിയെ കാത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് പപ്പിയെയും കൊണ്ട് രോഹിത്ത് വരുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഹായ് സത്യ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ്. തുടർന്ന് ഹായ് അങ്കിളിന് പപ്പിയും സത്യയും പറയുന്നുണ്ട്. അന്നേരം മിടുക്കി കുട്ടിയെ കണ്ടിട്ട് കുറേ നാളായല്ലോ എന്ന് ചോദിക്കുമ്പോൾ പപ്പി ചോദിക്കുകയാണ്,
അതിന് നമ്മൾ തമ്മിൽ ഒരുപാട് എന്നും കാണുന്നുണ്ടല്ലോ, അത് മതിയെന്ന്. അന്നേരം മോൾക്ക് പിന്നെ വിഷമമായോ അല്ല കുശുമ്പായോ അച്ഛൻ മിടുക്കി കുട്ടിയെന്ന് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്തിനെന്ന് ചോദിക്കുകയാണ്. അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അച്ഛൻ പൊയ്ക്കോ സമയമായി എന്ന് പറയുകയാണ്. അന്നേരം ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ അച്ഛനെ പറഞ്ഞ് വിടാൻ ധൃതിയായോ എന്നൊക്കെ രോഹിത് സംസാരിക്കുകയാണ് പപ്പിയോട്. അന്നേരം അതൊന്നുമില്ല, സമയമായതുകൊണ്ടാണെന്നിങ്ങനെ രോഹിത്തിനെ പറഞ്ഞു വിടാനുള്ള വെപ്രാളമാണ് ഇവർക്ക് രണ്ടുപേർക്കും. തുടർന്ന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പപ്പി മോൾക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് രോഹിത്തും അങ്ങ് പോവുകയാണ്. ബെസ്റ്റ് ഫ്രണ്ടായാലും ഇങ്ങനെ തന്നെ വേണം, എന്നും ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിതൻ കാൽ കയറി പോവുകയാണ്. തുടർന്ന് ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് മുന്നേ സത്യം വന്ന് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സെക്യൂരിറ്റി നോക്കുന്നുണ്ട്. എന്താ പഠിക്കാൻ വന്നതല്ലേ, ക്ലാസ്സിൽ പോകണില്ലേന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് വരാനുണ്ടെന്ന് പറയുകയാണ്. തുടർന്ന് ഒരു കള്ളലക്ഷണത്തോടു കൂടിയാണ് സത്യം ഇവിടെ നിൽക്കുന്നത്. പിന്നീടാണ് പപ്പി വരുന്നതൊക്കെ. തുടർന്നും ഇവർ രണ്ടുപേരും തങ്ങളിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സെക്യൂരിറ്റി ദൂരെ നിന്ന് നോക്കുന്നുണ്ട്. തുടർന്ന് സത്യ പപ്പിയോട് പറയാണ്, തിരിഞ്ഞു നോക്കരുത്, ഞാനൊരു കാര്യം പറയാം, ദേ സെക്യൂരിറ്റി നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന്. അന്നേരം അതെന്തിനാന്ന് അപ്പോൾ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ കണ്ണ് വെട്ടിച്ച് നമുക്ക് പോകാമെന്ന് ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സെക്യൂരിറ്റി അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പോകുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞില്ലേ ഒരു ഫ്രണ്ട് വരാനുണ്ടെന്ന് സത്യ പറയുകയാണ്. അന്നേരം ആ ഫ്രണ്ടല്ലേ ഈ ഫ്രണ്ടെന്ന് സെക്യൂരിറ്റി പപ്പിയെ ചൂണ്ടിക്കാണിച്ച് ചോദിക്കുകയാണ്. അന്നേരം ഇനിയും ഫ്രണ്ട് വരാനുണ്ടെന്ന് പറയുമ്പോൾ ആ ഫ്രണ്ടൊക്കെ വന്നോളും, നിങ്ങൾ ക്ലാസ്സിൽ കയറിയെന്ന് പറയുകയാണ്. അന്നേരം രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ ഈ സെക്യൂരിറ്റിക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. ഫോൺ സംസാരിച്ചുകൊണ്ട് സെക്യൂരിറ്റി നടന്നു പോകുമ്പോൾ സത്യ പറയുന്നുണ്ട്, നമുക്ക് അങ്ങ് ബസ് സ്റ്റോപ്പിലേക്ക് പോകാം, ഇവിടെ നിന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ, ബാ എന്ന് പറഞ്ഞിട്ട് സത്യമോളാണെങ്കിൽ ഈ പപ്പിയുടെ കൈയും പിടിച്ച് നടക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ തിരികെ വീട്ടിൽ വരുമ്പോൾ ശാലിനിയുടെ വണ്ടി ഇവിടെ കിടക്കുന്നത് കാണുകയാണ്. അന്നേരം ഇവൾക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് പോയില്ലേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ വേറൊരു കാർ കൂടി കിടക്കുന്ന കാണുന്നുണ്ട്. ആരാണാവോ അതിഥി എന്നും പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ അവിടെ ദേവനും ഇരിപ്പുണ്ട്. 2-3 ദിവസം മുന്നേ രാത്രിയിൽ വഴുകി വെച്ച് കണ്ട ദേവനുമുണ്ട്. അന്നേരം എടാ ചേട്ടാ എന്നൊക്കെ വിളിച്ചാണ് ശാലിനി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ശാരദാമ്മയെ കാണുമ്പോൾ രണ്ടുപേരും ഒന്ന് എഴുന്നേൽക്കുകയാണ്. അന്നേരം അമ്മയെ നോക്കിക്കേ, ഇത് ആരാ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അമ്മേ ദേവേട്ടൻ എന്നിങ്ങനെ പറഞ്ഞ് ശാലിനിയാണെങ്കിൽ ശാരദാമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ട് നിന്നപ്പോൾ അടുത്ത് ക്യാമ്പിനടുത്ത് താമസിച്ചിരുന്ന മലയാളി കുടുംബമാണ്, ഞാൻ ഇവരുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ ആയിരുന്നു എന്നൊക്കെ പറയുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് ദേവനാണ് സംസാരിക്കുന്നത്. എൻ്റെ അച്ഛനും ശാലിനിയും തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നു, ശരിക്കും അച്ഛനും മകളെ പോലെയായിരുന്നു, അച്ഛനിൽ നിന്ന് കിട്ടാത്ത സ്നേഹം കണ്ടെത്തിയ പോലെയായിരുന്നു. ഇവർ നടന്നു പോകുമ്പോഴൊക്കെ ശരിക്കും ആളുകളൊക്കെ ചോദിക്കുമായിരുന്നു, ശരിക്കുള്ള അച്ഛനും മകളുമാണോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവൻ്റെ അച്ഛനെക്കുറിച്ച് ശാലിനി ചോദിക്കുകയാണ്. അച്ഛൻ സുഖമായിട്ടിരിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ദേവൻ്റെ മുഖം അങ്ങ് വാടുകയാണ്. അന്നേരം കഴിഞ്ഞ നവംബറിൽ അച്ഛൻ പോയി അറ്റാക്ക് ആയിരുന്നു എന്ന് പറയുമ്പോൾ ശാലിനിക്ക് വിഷമമാവുകയാണ്. അന്നേരം എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് വിഷമമായോന്ന് എനിക്കറിയാം, പക്ഷേ ഇവിടേക്ക് വന്ന ശേഷം അല്ല ട്രെയിനിങ് കഴിഞ്ഞ് പോയതിന് ശേഷം തൻ്റെ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം അതിനുശേഷമല്ലേ നമ്മൾ മധുരയിൽ വെച്ച് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അന്ന് താൻ നാട്ടിലേക്ക് വരുന്നതിൻ്റെയും വിഷ്ണുവിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എക്സൈറ്റഡ് ആയിരുന്നില്ലേ, അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇതുകൂടി പറയണ്ട എന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ ശാലിനി ആ ഒരു വിഷമം പോലെ ഇരിക്കുകയാണ്. തുടർന്ന് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ദേവൻ ശാരദാമ്മയോട് സംസാരിക്കുന്നുണ്ട്. വലിയ പണമുള്ള സമ്പന്നമായ വീട്ടിലെ അംഗമാണ് ദേവൻ എന്ന് പറയുന്നത്, ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ശാലിനിയോട് ദേവൻ്റെ അച്ഛൻ ഇത്രയ്ക്ക് സ്നേഹം. അച്ഛൻ്റെ മരണത്തിന് ശേഷം 4 മക്കളും 4 വഴിക്ക് പിരിഞ്ഞു, കുബേറിന് വരെ കടം കൊടുക്കാൻ ആസ്തിയുള്ള കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അമ്മയെ ദുബായിലേക്ക് കൊണ്ടുപോയി, അമ്മയും ഹൗസ് മെയ്ഡും ഗേറ്റ് കീപ്പറും മാത്രമൊക്കെ അവിടെയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് പിന്നെ ദേവൻ വീണ്ടും പറയുന്നുണ്ട്, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു ശാലിനിയെ പോലുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ കല്യാണം കഴിക്കേണ്ടതെന്നൊക്കെ. അന്നേരം പോടാന്നൊക്കെ ഈ ദേവനോട് ശാലിനി സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് വിഷ്ണു വന്ന് കയറില്ലായിരുന്നെങ്കിൽ എനിക്കൊരു സ്കോപ്പ് ഉണ്ടായിരുന്നേനെ എന്നൊക്കെ സംസാരിക്കുമ്പോൾ തമാശ എന്ന പോലെ ശാലിനി സംസാരിക്കുകയാണ്. അതിനുശേഷം ശാലിനി പറയുകയാണ്, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാണ് കല്യാണമൊക്കെ കഴിച്ച് ഒരു നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ച് സുഖമായിട്ടൊക്കെ ജീവിക്കാനായിട്ട്. അന്നേരം അതിന് പറ്റിയ ഒരു പെൺകുട്ടിയെ കിട്ടണ്ടേടോ എന്നൊക്കെ ദേവൻ ചോദിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയോട് ശാലിനി പറയുന്നുണ്ട്, പെൺകുട്ടികളെ വീഴ്ത്താനായിട്ട് പല നമ്പരും ഇറക്കും, അതിലൊക്കെ വേന്ദ്രനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരുവിധം പഞ്ചാബിലും ഡൽഹിയിലുമൊക്കെ താമസമായത് നന്നായി, മലയാളി പെൺകുട്ടികളുടെ ഇവൻ്റെ വേലയൊന്നും നടക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്കൂളിൽ നിന്നും ഫോൺ വരുന്നത്, പ്രിൻസിപ്പൾ ഫോൺ ചെയ്യുന്നത്. അന്നേരം എന്താ മാഡം പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ
പറയുമ്പോൾ സത്യയ്ക്ക് സുഖമില്ലേ, സ്കൂളിൽ വന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ വന്നിട്ടില്ലേ, അവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയോടും ചോദിക്കുന്നുണ്ട് സ്കൂളിൽ കൊണ്ടാക്കിയില്ലേ. അന്നേരം ഞാൻ അവളെ കൊണ്ടാക്കിയിട്ടല്ലേ വരുന്നതെന്ന് പറയുകയാണ്. അന്നേരം പ്രിൻസിപ്പൾ ഒരു ഒഴിവഴി പോലെ സംസാരിക്കുകയാണ്. ഞങ്ങൾക്കൊരു സംശയം തോന്നിയതാണ്, വേറൊരു കുട്ടി കൂടി മിസ്സിങ് ആണോ എന്നൊരു സംശയം, ആകെ ഒരു കൺഫ്യൂഷനാണ്, ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് വിളിക്കാം, മേഡത്തെ ആദ്യം ഇൻഫോം ചെയ്തതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതുപോലെ പെട്ടെന്ന് അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അന്നേരം ശാലിനി അങ്ങോട്ട് സംസാരിക്കുന്നതിന് മുമ്പേ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയോടും പറയുകയാണ്, അവരെന്തോ ഒഴിവഴികളൊക്കെ പറയുന്നു, എത്തിയിട്ടില്ല എന്ന് പറയുന്നു, ചെക്ക് ചെയ്യട്ടെ എന്ന് പറയുന്നു, എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവനും പറയുന്നുണ്ട്, താൻ ഇത്രയും പാനിക്കാനുള്ള ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ സ്കൂളുകാരുടെ സ്ഥിരം പരിപാടി ഇതാണ്, എൻ്റെ ഏട്ടൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിൽ നിന്നും ഇങ്ങനെയൊക്കെ വിളിക്കും, നമ്മൾ ഓടിപ്പിടിച്ച് അവിടെ എത്തുമ്പോഴേക്കും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, കുട്ടിയെ കണ്ടെത്തി എന്ന് പറഞ്ഞ് അവർ നിൽക്കും, അവർക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് വരാമെന്നിങ്ങനെ ശാരദാമ്മ പറയുകയാണ്. അന്നേരം അമ്മേ ഞാൻ കൂടി വരാമെന്ന് ശാലിനി പറയുമ്പോൾ വേണ്ട, മോൻ പറഞ്ഞതുപോലെ അങ്ങനെ എന്തെങ്കിലും അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും കാണില്ല, നിങ്ങൾ ഒരുപാട് കാലം കഴിഞ്ഞ് കണ്ടതല്ലേ, നിങ്ങൾ സംസാരിക്കുക, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ പോവുകയാണ്. പക്ഷേ ആകെ ടെൻഷനോട് കൂടിയാണ് ശാരദാമ്മ പോകുന്നത്. ശാലിനിയും ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ദേവനാണെങ്കിൽ ശാലിനി ആശ്വസിപ്പിക്കുന്നുണ്ടോ, ഒന്ന് സമാധാനമായിരിക്കടോ, പ്രശ്നമൊന്നുമില്ല, ശാരദാമ്മ ചെല്ലുമ്പോൾ സത്യ അവിടെ കാണും, നമ്മുടെ സമയം അവർ വെറുതെ വേസ്റ്റ് ആക്കിയതായിരിക്കും, ഇനി ശാരദാമ്മയുടെ കൂടെ സത്യ അവർ തിരിച്ചയക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അറിയില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് കാലമായി അവളെ കണ്ടിട്ട് എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ചിരി വരുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശാലിനി ആണെങ്കിൽ ആകെ ടെൻഷനിലാണ്, കുഞ്ഞിനെ കാണാത്തതുകൊണ്ട്. ഇതേസമയം സത്യയും പപ്പിയും കൂടി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. അന്നേരം പപ്പി ചോദിക്കുന്നുണ്ട്, സത്യ എന്താ ബസ് സ്റ്റോപ്പ് എത്താത്തത്, നീ അല്ലേ പറഞ്ഞാൽ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ എന്ന്. അന്നേരം കുറച്ച് ദൂരമേ ഉള്ളതെന്ന് തോന്നുന്നു, ഞാൻ കാറിൽ വരുമ്പോൾ കണ്ടിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ കാറിൽ വരുമ്പോൾ കുറച്ച് ദൂരമേ ഉള്ളതായിട്ട് തോന്നുന്നു, കാറിങ്ങനെ ചുക്കൊന്നും പറഞ്ഞങ്ങ് പോകില്ലേ, നടക്കുമ്പോൾ ഒരുപാട് ദൂരമുണ്ട്, എൻ്റെ കാലും വേദനിക്കുന്നു, എനിക്ക് വയ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുഞ്ഞ് കാലായത് കൊണ്ടാണ്, വേഗം നടക്ക്, ഉത്സാഹിച്ച് നടക്ക്, നിനക്ക് നിൻ്റെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കണേന്ന് ചോദിക്കുമ്പോൾ അത് കണ്ടുപിടിക്കണം എങ്കിൽ വാ പെട്ടെന്ന് നടക്ക് എന്ന് പറഞ്ഞിട്ട് പപ്പിയെ കൈ പിടിച്ചുകൊണ്ട് സത്യ പെട്ടെന്ന് നടക്കുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക്. ഇതേസമയം ദേവൻ ശാലിനിയോട് ഓരോരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ശാലിനി ഒന്നും കേൾക്കാതെ ഇങ്ങനെ സത്യയെക്കുറിച്ച് ഓർത്തിരിക്കുകയാണ്. അന്നേരം ശാലിനി ഞാൻ ചോദിക്കുന്നതൊന്നും കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവേട്ട എന്താ ചോദിച്ചതെന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം താനിപ്പോഴും സത്യയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ, ശാരദാമ്മ ചെല്ലുമ്പോഴേക്ക് സത്യ എവിടെ കാണും, എവിടെയെങ്കിലും ഇരുന്നതായിരിക്കും, ക്ലാസ്സിൽ കാണുമെന്നിങ്ങനെ പറയുമ്പോഴും ശാലിനി ആശ്വസിക്കുന്നില്ല, ശാലിനി അങ്ങ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ദേവനും ഒരു സംശയം പോലെ ഇങ്ങനെ ഓർത്തിരിക്കുന്നുണ്ട്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്കൂളിൽ നിന്നും വിഷ്ണുവിനെയും സത്യഭാമയെ വിവരം അറിയിക്കും, അതാണ് മറ്റന്നാളത്തെ പ്രൊമോയിൽ പറഞ്ഞത്. അതിനുശേഷം അവരും സ്കൂളിലേക്ക് പുറപ്പെടുന്നതും പിന്നെ അന്വേഷിച്ച് പോകുന്നതും ഒക്കെയാണ്. CCTV ഫുട്ടേജൊക്കെ വെച്ച് നോക്കി ശാലിനി പോകുന്നതും പിന്നെ ഈ കുട്ടികൾ പടം വരയ്ക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ അടുത്തെത്തുന്നതും ഒന്നുകൂടി പടം വരപ്പിക്കുകയൊക്കെ ചെയ്യും, അത് അവരുടെ കയ്യിൽ കിട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.